ചിറ്റൂർ തിരുക്കുടുംബ ഇടവകയുടെ വികാരി എന്ന രീതിയിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരു നിമിഷമാണിത്. കാരണം ബഹുമാനപ്പെട്ട ജോളി അച്ഛൻ്റെ മാതൃ ഇടവകയാണ് ചിറ്റൂർ തിരുക്കുടുംബ ദേവാലയം. വൈദികർക്ക് മാതൃകയായിരുന്നു ജോളി അച്ഛൻ. ഫ്രാൻസിസ് പാപ്പ പറയുന്നത് പോലെ ആടിൻ്റെ മണമുള്ള ഇടയൻ. ജോളി അച്ഛൻ സേവനം ചെയ്ത ലൂർദ് ആശുപത്രിയിലും കോതാട് ഇടവകയിലും കൊരട്ടി അമലോത്ഭവമാത ഇടവകയിലും എനിക്ക് സേവനം ചെയ്യാനുള്ള അവസരമുണ്ടായി. ജോളിയച്ചനോടൊപ്പം 1 വർഷം ലൂർദ് ആശുപത്രിയിൽ ഞാൻ സേവനം ചെയ്തിട്ടുണ്ട്. കോതാട് തിരുഹൃദയ ഇടവകയിൽ ജോളിയച്ചന് ശേഷമാണ് ഞാൻ വികാരിയായി ചെല്ലുന്നത്. അപ്പോഴെല്ലാം എനിക്കറിയാൻ സാധിക്കുന്നത് ആർക്കും ഏത് നിമിഷവും ജോളിയച്ചനെ സമീപിക്കാൻ സാധിക്കും. വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല, പണമുള്ളവനോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. ആർക്കും എപ്പോഴും ഒരു സഹായിയായിട്ട് ജോളിയച്ചൻ ഉണ്ടാവുമായിരുന്നു. തൻ്റെ സമയവും കഴിവും ആരോഗ്യവും മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാൻ ജോളിയച്ചന് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. എന്ത് ജോലിയും അത് ആത്മാർത്ഥതയോടുകൂടെ ചെയ്യും. കൂടുതൽ സമയം പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവിൻ്റെ കൃപ ലഭിക്കുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങൾ ജോളിയച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛനിരുന്ന ഇടവകയിൽ അച്ഛൻ നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ അത്ഭുതകരമായ ഒരു റിസൾട്ടാണ് സമ്മാനിക്കുന്നത്. ഇന്നും അനേകം മക്കൾ ജോളിയച്ചൻ്റെ പ്രാർത്ഥന തേടി അച്ഛൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ആ ആത്മീയ ജീവിതം അനേകം മക്കളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു നല്ല വൈദികനായി എങ്ങനെ ജീവിക്കണമെന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ് ജോളിയച്ചൻ്റെ ജീവിതം. അതെന്നെ ഒത്തിരിയേറെ സ്വാധീനിച്ചിട്ടുണ്ട്.